നീറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളും വിവാദങ്ങളും ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് KSU ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടെ ബാരിക്കേഡുകൾ നീക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. പ്രവർത്തകർ ബാരിക്കേഡുകൾ വലിച്ചു നീക്കി മുന്നോട്ടു പോകാൻ ശ്രമിച്ചതോടെ പ്രതിഷേധം രൂക്ഷമായി. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. രാജ്യത്ത് ഏറെ വിവാദമായ നീറ്റ് UG പരീക്ഷകളിലെ ക്രമക്കേടുകളും പരീക്ഷ നടപ്പിലെ വീഴ്ചകളും അന്വേഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിദ്യാർത്ഥിനി സംഘടനകളുടെ ആരോപണം. ഇതിനെതിരായി വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. അതേസമയം ജൂൺ 21 നടക്കാനിരുന്ന നീറ്റ് പുനർപരീക്ഷയെ ചുറ്റിപ്പറ്റി വിദ്യാർത്ഥിനികളിൽ വലിയ മാനസിക സമ്മർദ്ദവും ആശങ്കയും നിലനിൽക്കുന്നതായി പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. പരീക്ഷാ ക്രമക്കേടുകളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും സുതാര്യമായ രീതിയിൽ പരീക്ഷകൾ പൂർത്തിയാക്കണമെന്നും വിദ്യാർത്ഥിനികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. നീറ്റ് UG പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പരീക്ഷാ സമയക്രമത്തിലും ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിന്റെ രൂപകൽപ്പനയിലുമാണ് പ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്.